എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, ഓണം പ്രമാണിച്ച് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇപ്പോൾ ഇവിടെ മെറ്റീരിയൽ എടുത്തേക്കുന്നത് മെയിൻ ഫാബ്രിക് ഒരു 3 മീറ്ററാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ലൈനിങ് 2.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ക്രേപ്പാണ് ലൈനിങ് എടുത്തേക്കുന്നത്. നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ലൈനിങ് ഫാബ്രിക് 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ലൈനിങ് 4ആക്കി മടക്കിയിരിക്കുന്നത് വിഡ്ത്ത് വൈസ് തന്നെയാണ് 4ആക്കി മടക്കിയിട്ടുള്ളത്. കാരണം ക്രീപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിഡ്ത്ത് വൈസ് അത്രയും മെറ്റീരിയൽ അളവ് കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് വിഡ്ത്ത് വൈസ് മടക്കിയേക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് കുറവായിട്ടുള്ള മെറ്റീരിയലാണ് എങ്കിൽ നിങ്ങൾ ആദ്യം വിഡ്ത്ത് വൈസ് ഒരു മടക്കുക, എന്നിട്ട് ലെങ്ത് വൈസ് ഒരു മടക്കുക. അങ്ങനെയാണ് 4ആക്കി മടക്കേണ്ടത്. അപ്പോൾ ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13.5 ഇഞ്ചാണ്. അതായത് നിങ്ങൾക്ക് എത്രയാണോ ടോപ്പിന് ലെങ്ത് വേണ്ടത് പ്ലസ് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തേൽത്തുമ്പ് എടുക്കാം. 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ചു പോകാനും 6 ഇഞ്ച് താഴ്ഭാഗം അടിക്കാനാണ് എടുക്കേണ്ടത്. പിന്നെ ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇടണതാണ്. നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അളവ് നോക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ഞാനിവിടെ മുകളിലായിട്ട് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വരച്ചിട്ടിട്ടുണ്ട്. ഷോൾഡർ 5.25 മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോളും 5.25 തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. അത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗമാണ്. അതായത് ഇപ്പം ഞാനിവിടെ 6.5 എടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റും എടുക്കുന്നത് 6 ഇഞ്ചാണ്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 4.5 വയസ്സായിട്ടുള്ള ഒരു മോൾക്ക് വേണ്ടിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. ആം ഹോള് വരയ്ക്കുന്നത് എന്തോ വീഡിയോ പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും സാധാരണ നമ്മൾ ആം ഹോള് വരയ്ക്കുന്ന പോലെ തന്നെ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിൽ ലെവലാക്കാൻ വേണ്ടി വിട്ടിരുന്നില്ല, അതാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്ത് കളയുന്നത്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഇവിടെ എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോഴാണ് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടില്ല എന്ന് ഓർത്തത്. അപ്പം ഞാൻ ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് ആദ്യം ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. നെക്ക് വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്ത്. 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് ഇതുപോലെ വെച്ചിട്ട് ഞാനൊരു 5 ഇഞ്ചാണ് നെക്കാണ് വരയ്ക്കുന്നത്. 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഇങ്ങനെ വി ഷേപ്പിൽ എടുത്തിട്ടാണ് ഞാൻ അളവെടുത്തത്. അപ്പോൾ ഒരളവ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു അളവിന് നമ്മൾ മെയിൻ ക്ലോത്ത് ഇതുപോലെ ഒന്ന് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് നമ്മുടെ ഈ ലൈനിങ് വെച്ചിട്ട് ആം ഹോളും 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. 2 സൈഡ് സ്റ്റിച്ച് ചെയ്യണത് ഇനി കുട്ടികൾക്കൊരു ഇറിറ്റേഷൻ വരണ്ട എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതങ്ങനെ നമുക്ക് തയ്യൽത്തുമ്പൊന്നും കാണാണ്ടിരുന്നോളൂല്ലോ. അതുമല്ല, നിങ്ങൾക്ക് നെക്കിൽ ക്യാൻവാസ് വെക്കുന്നില്ല, വേറെ പീസൊന്നും വെച്ചടിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് തന്നെ മറിച്ചടിച്ചാൽ മതി എന്നാണെങ്കിൽ നെക്കും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ട് നിൽക്കണം മെയിൻ ക്ലോത്തിൻ്റെ പാർട്സൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കളയാം. ഇനി നമുക്ക് കട്ട് ചെയ്തൊക്കെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഉള്ളിൽ നിന്ന് മറിച്ചിടാം. ഇപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പം നമ്മൾ ക്യാൻവാസാണ് നെക്കണമെങ്കിൽ നെക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. ലൈനിങ്ങിൻ്റെ നെക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം എന്നില്ല. നമ്മൾ സാധാ ക്യാൻവാസ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുമല്ലോ, അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് ക്യാൻവാസ് വെക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് തീരുമാനിച്ചത്. അത് കൊണ്ട് കുറച്ച് പണിവാളി, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുന്നുണ്ട്. മറിച്ചിട്ടതിന് ശേഷം ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ മറിച്ചിട്ടല്ലോ, അതിന് ശേഷം നമുക്ക് നെക്കും ഷോൾഡറിൻ്റെ ആ ഭാഗം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലെ നെക്ക് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. മെയിൻ ഫാബ്രിക്കിൻ്റെ അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത് എടുക്കണം. അപ്പം അതിനായിട്ട് ഇതുപോലെ 2 മടക്കിൽ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ
നെക്ക് കട്ട് ചെയ്യാണ്ട്, അതായത് ഇപ്പോൾ ലൈനിങ്ങുമ്പോൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ നെക്ക് മാർക്ക് ചെയ്യേണ്ടത്. അതായത് നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതും ലെങ്ത് എത്രയാണോ വേണ്ടതെന്നുള്ളത് ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് അവിടെ നിങ്ങളുടെ ഷേപ്പ്, നെക്ക് ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത കാരണം ഞാൻ ആ ഒരു നമ്മുടെ ക്ലോത്ത്, നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നെക്ക് കറക്റ്റായിട്ട് ആ ഒരു 2 മടക്കിൻ്റെ അവിടെ വരണ വിധത്തിൽ വെച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്തുമ്പോൾ വെച്ചിട്ട് നല്ലോണം അയൺ ചെയ്തിട്ടെടുക്കാം. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ആ ഷൈനിങ് വന്ന ഭാഗമായിരിക്കണം ലൈനിങ്ങുമ്പോൾ നമ്മുടെ ക്ലോത്തും ഇരിക്കേണ്ടത്. എന്നിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ. അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയാം. ഈ 1/2 ഇഞ്ച് വിട്ട 2 സൈഡിന് അത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. 2 സൈഡും ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉള്ളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ പീസ് നിൽക്കുമ്പോൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസുമ്പോൾ ടച്ച് ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കാം. നോച്ചസ് ഇട്ടതിന് ശേഷം ഈ ഒരു പീസ് ഈ നെക്ക് നമുക്ക് ഉള്ളിലേക്കാക്കി മടക്കി കൊടുക്കാം. നന്നായിട്ട് അയോൺ ചെയ്തെടുക്കാം. പുറമേ കൂടെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ അയോൺ ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് നോക്കാം. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു ക്യാൻവാസ് പേപ്പർ 2ആയിട്ട് മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 2ആയിട്ട് മടക്കിയിട്ട് 7 ഇഞ്ച് വിഡ്ത്തും 11 ഇഞ്ച് ലെങ്ത്തും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്ക് വിഡ്ത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2.5 എടുത്തിട്ടുണ്ട്. അത് 2.5 എടുത്ത് തെറ്റിപ്പോയതാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ഫ്രണ്ടിന് നെക്ക് എത്രയാണോ വിട്ടെടുത്ത് അത് തന്നെയാണ് ബാക്കിൽ എടുക്കേണ്ടത്. ഞാൻ പിന്നെ അത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നെക്ക് ലെങ്ത്ത് ഞാനിവിടെ ഒരു 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബാക്ക് നെക്ക് മോഡൽ എനിക്കറിയാം, ഒരു റൗണ്ട് ഷേപ്പ് പോലെ വന്നിട്ട് പിന്നെ അവിടെ നിന്നൊരു ട്രയാങ്കിൾ ഷേപ്പിൽ സ്കാലപ്പ് വന്ന പോലെയാണ്. അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് എത്രയാണ് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് നോക്കാം. ഞാനിപ്പോൾ എനിക്കൊരു ടോട്ടൽ ലെങ്ത്ത് 8.5 ഇഞ്ചാണ് വേണ്ടത്, റൗണ്ട് നെക്ക് അടക്കം കൂട്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് ഞാനൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചോളം മൈനസ് ചെയ്തെടുക്കുക. ആ അളവാണ് 5 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ പറയണേക്കാളും നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് നമുക്കിവിടെ സ്കാലപ്പ് വരച്ചു കൊടുക്കാം. ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വെച്ച സ്കാലപ്പിനേക്കാളും കുറച്ചും കൂടിയും വിട്ത്ത് കൂട്ടിയിട്ടുള്ള കുറച്ചും കൂടിയും വലിയൊരു സ്കാലപ്പാണ് നമുക്ക് സെൻറ്ററായിട്ട് വരുന്നത്, സെൻറ്റർ സ്കാലപ്പ് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റത്തെ പോലെ തന്നെ ഒരു ഷേപ്പിലുള്ള സ്കാലപ്പാണ് താഴെ വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നെക്ക് ഷേപ്പ് ഒന്ന് വരച്ചേക്കാം. റൗണ്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഫുള്ള് വരയ്ക്കണം കേട്ടോ, താഴെയും സൈഡിലും അതുപോലെ തന്നെ റൗണ്ട് നെക്കിൻ്റെ അവിടെയും ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൽ ചെയ്ത പോലെ തന്നെ ഒരു ലൈനിങ് ക്ലോത്തിൽ ഇതുപോലെ ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ട് നല്ലോണം അയൺ ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഇഞ്ച്
വിട്ടിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി ബാക്ക് പാർട്ടിൽ നിന്ന് താഴേന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് താഴ്ഭാഗത്ത് ഹുക്ക് വയ്ക്കണ ഭാഗം ഒരു വേറൊരു പീസാണ് വെക്കുന്നത്. വേറെ ഇതിൻ്റെ കസവിൻ്റെ ആ ഒരു ഭാഗമാണ് വെക്കുന്നത്. സോ ഒരു 2 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ ആം ഹോളും സൈഡും സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടിട്ടുണ്ട് ഇവിടെ. അത് ബാക്ക് പാർട്ട് അതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ക്യാൻവാസ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ക്യാൻവാസുമ്പോൾ കൊള്ളാണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് നോട്ടസൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളിലേക്കൊക്കെ ആക്കി വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ ഒരു 2 ഇഞ്ചിലല്ലേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് 2.5 ഇഞ്ചിലാണ് ഇത് ഇതുപോലൊരു പീസ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല വശവും ഇത് ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ഇഞ്ചാണ് കട്ട് ചെയ്തത്, പക്ഷേ 2.5 ഇഞ്ചിലാണ് കേട്ടോ പീസ് എടുത്തേക്കുന്നത്. കാരണം 1/2 ഇഞ്ച് ഇതുപോലെ വെച്ചടിക്കാൻ വേണ്ടേ. അങ്ങനെ നമുക്കിത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് ജോയിൻ ചെയ്യണം. ലൈനിങ് വെക്കാനായിട്ട് ഇതൊന്ന് മറച്ചിട്ടിട്ട് ഇതുപോലെ വെച്ചിട്ടാണ് ഇവിടെയാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതുപോലെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ ഒരു തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് പൊക്കോളും. എന്നിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഭാഗത്ത് പട്ടയാണ് വെച്ച് കൊടുക്കണേ. അപ്പം അതിനായിട്ട് നമ്മുടെ ആ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് എത്രയാണോ ലെങ്ത്ത്, എനിക്കവിടെ 4 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. സോ ഞാനിവിടെ ഒരു 5 ഇഞ്ച് ലെങ്ത്ത് എത്രയാണോ അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ട് ലെങ്ത്തും 2 ഇഞ്ചും 1.5 ഇഞ്ചും വിഡ്ത്തിൽ 2 പീസാണ് വേണ്ടത്. 2 ഇഞ്ചിൻ്റെയും 1.5 ഇഞ്ചിൻ്റെയും ഓരോ പീസ് വീതമാണ് നമുക്ക് വേണ്ടത്. 2 പീസും ഞാൻ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം 2 ഇഞ്ചിൻ്റെ പീസ് ഇതുപോലെ ഒരു മടക്കിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വശവും ചേർന്ന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. കണ്ടോ? എന്നിട്ട് വേണം നമ്മൾ ആ സൈഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു വശം. കണ്ടോ? അപ്പം നമുക്ക് ഇത് ഉള്ളിലേക്ക് കവറായി പോയിട്ടുണ്ടാവും. കണ്ടോ? എന്നിട്ട് ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ശരിക്കും ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കരുത്. കണ്ടോ? നമുക്ക് കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാം. ഇതിന് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ പീസ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത്രയും ഭാഗം ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഉള്ളിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ? ഇപ്പോൾ ഇതിങ്ങനെ ഫുള്ള് മടക്കി വെച്ചിട്ട് ഫുള്ള് ഉള്ളിലേക്ക് ആക്കി സ്റ്റിച്ച് ചെയ്തിട്ട് വേണം എടുക്കാൻ. സാധാരണ നമ്മൾ പട്ടുപാവാടയുടെ ബ്ലൗസ് ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഫിനിഷ് ചെയ്യാം. അപ്പം നമ്മളിവിടെ നല്ല ഫ്രില്ല് വരുന്ന ടൈപ്പ് ആണല്ലോ സ്റ്റിച്ച് ചെയ്യണത്. അപ്പം നമുക്ക് ആദ്യം ഇവിടുത്തെ അളവ് ഒന്ന് മെഷർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് മെഷർ ചെയ്ത് എടുക്കാം. എന്നിട്ട് ഒരു 4 ഇഞ്ച് വിട്ട് വരുന്ന പീസ് നമുക്ക് വേണം. അപ്പം 4 ഇഞ്ച് വിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് എനിക്ക് 3 ഇഞ്ചിലാണ് ഫ്രിൽസ് വേണ്ടത്. അപ്പം 1/2 ഇഞ്ച് സൈഡ് അടിച്ച് പോയിട്ട് 3 ഇഞ്ചിലാണ് എനിക്ക് വേണ്ടത്. ആ ഒരു ലെങ്ത് 3 ഇഞ്ചാണ്, വിട്ട് 3 ഇഞ്ചാണ് വേണ്ടത്. അപ്പം അതിനനുസരിച്ച് 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ലെങ്ത് എടുക്കുന്നത് നമുക്ക് വന്ന ആ ഒരു ആം ഹോൾ അളന്നപ്പോൾ എത്രയാണ് കിട്ടുക അതിൻ്റെ ഡബിളോ ട്രിപ്പിളോ ആയാലും നല്ലതാണ്. കാരണം നമുക്ക് അത്രയും കട്ടിയിൽ തിക്കായിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഞാനിവിടെ 2 സൈഡും ജോയിൻ 2 മടക്കിൽ അടിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ പീസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് എടുത്തേക്കാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലോണം അടുപ്പിച്ച് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഫ്രിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആ ഹോളിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ 2 സ്ലീവ് അങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവിന് പ്രത്യേക ഒരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ട്ടോ. അത് കഴിഞ്ഞിട്ട് ദേ നമുക്ക് ഇനി ചെയ്യാനുള്ളത് സൈഡ് ജോയിൻ ചെയ്യാനും താഴ്ഭാഗം നമുക്കൊരു പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചടിക്കാം. അങ്ങനെ ചെയ്യാനേ ഉള്ളൂ. അപ്പൊ ഇതായിട്ട് നമ്മുടെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക്. ഹുക്കൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് സൈഡും താഴ്ഭാഗമൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.